പ്രിയ പ്രേക്ഷകർക്ക് ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഒക്കെ പ്രതീക്ഷിക്കാവുന്ന കുറച്ച് നക്ഷത്ര ജാതകരുണ്ട്. സാമ്പത്തികമായിട്ട് പുരോഗതിയുടെ പടിവാതിലിലേക്ക് എത്തി നിൽക്കുന്ന ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് ഇൻഫിനിറ്റി സ്റ്റോറീസ് വളരെ വിശദമായിട്ട് തന്നെ നിങ്ങൾക്കായിട്ടൊന്ന് പങ്കുവെക്കുന്നു. ഓരോ രാശിക്കാരെക്കുറിച്ചും അതിലെ നക്ഷത്ര ജാതകരെക്കുറിച്ചും ഇന്നു മുതൽ ഒരാഴ്ചക്കാലം ഇവർക്ക് വരാൻ ഇരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് പങ്കുവെക്കാം. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് എൻ്റെ പ്രിയ പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ എൻ്റെ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടിയിട്ട് ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം. വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്താനും വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടി ഓർമ്മിപ്പിക്കുന്നു. എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഇൻഫിനിറ്റി സ്റ്റോറീസിൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നോക്കാം. മേടക്കൂറിൽ പിറന്ന അശ്വതി, ഭരണി, കാർത്തിക ഒന്നാം പാദത്തിൽ ജനിച്ച നക്ഷത്ര ജാതകരെക്കുറിച്ച്. ലഗ്നത്തിൽ വ്യാഴം, രാഹു 4, ശുക്രൻ 5, ബുധൻ 6, ആദിത്യൻ, കുജൻ 7, കേതു 11, ശനി. ഇതാണ് ഗ്രഹനില. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇന്നു മുതൽ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിച്ചു തുടങ്ങും. പലവിധ ദുഃഖ അനുഭവങ്ങളും ജീവിതത്തിൽ നിന്ന് ഒഴിവായി പോകും. ധനാഗമങ്ങൾ വർദ്ധിക്കുന്നതിനുള്ള എല്ലാ സാധ്യതകൾക്കും ഈ ദിവസം മുതൽ തുടക്കം ഇടുകയാണ്. ആഗ്രഹിക്കുന്ന അന്നപാന സാധനങ്ങൾ ലഭിക്കും. അലങ്കാര വസ്തുക്കൾ വാങ്ങാൻ സാധിക്കും. കാര്യതടസ്സങ്ങൾ കുറേയൊക്കെ മാറിക്കിട്ടും. സഹോദരങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. സ്ഥാനമാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം ഉണ്ടാകും. തൊഴിൽ രംഗം മെച്ചപ്പെടും. തൊഴിൽ രംഗത്തു നിന്നുള്ള വരുമാനം വർദ്ധിക്കും. വിവാഹ ആലോചനകൾക്കുള്ള തടസ്സം നീങ്ങിവരും. കഴുത്തിന് മുകളിൽ ഉള്ള അംഗങ്ങളിൽ രോഗപീഠയ്ക്ക് സാധ്യതയുണ്ട്. ത്വക്ക് രോഗം, വായുകോപം ഇവയ്ക്ക് ശമനം കണ്ടു തുടങ്ങും. സുഹൃത്തുക്കളുമായിട്ടുള്ള സൗഹൃദം മെച്ചപ്പെടും. മക്കളെ കൊണ്ട് സന്തോഷം ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഇവർ ദോഷപരിഹാരാർത്ഥം ഭഗവതിക്ക് ഭാഗ്യസൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി ഇടവക്കൂറിൽ കാർത്തിക നക്ഷത്ര ജാതകർ 2, 3, 4 പാദങ്ങൾ. രോഹിണി, മകയിരം 1, 2 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. 3 ശുക്രൻ, 4 ബുധൻ, 5 ആദിത്യൻ, കുജൻ, 6 കേതു, 10 ശനി, 12 വ്യാഴം, രാഹു. ഇതാണ് ഗ്രഹസ്ഥിതി. അതുകൊണ്ട് തന്നെ കർമ്മരംഗം മെച്ചപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ധനാഗമങ്ങൾ ഉണ്ടാകാൻ ഇടയുണ്ട്. വിദ്യാഭ്യാസത്തിലെ തടസ്സങ്ങളും ക്ലേശങ്ങളും അതിജീവിക്കാൻ അധ്യാപകരുടെ പിന്തുണ കൂടി വിദ്യാർത്ഥികൾക്ക് ലഭിക്കും. അലച്ചിലും ബുദ്ധിമുട്ടും കുറഞ്ഞു തുടങ്ങും. മക്കളെ കൊണ്ട് സമാധാനം ലഭിക്കും. മനസ്വസ്ഥത ഉണ്ടാകും. പലവിധത്തിൽ ധനാഗമം ഉണ്ടാകും. ബന്ധുജനങ്ങൾക്ക് സൗഖ്യം പ്രതീക്ഷിക്കാം. കഠിനമായ ദുഃഖ അനുഭവങ്ങൾ അതിജീവിക്കും. നല്ല കർമ്മങ്ങൾക്കായിട്ട് പണം ചിലവഴിക്കും. വീട്ടിലെ കലഹങ്ങൾ ഒഴിഞ്ഞു തുടങ്ങും. നെഞ്ചിനകത്തുണ്ടാകുന്ന അസുഖങ്ങൾ, വാദബന്ധിയായ വേദനകൾ ഇവ ശ്രദ്ധിക്കണം. ശത്രുക്കളുടെ ശക്തി കുറഞ്ഞു തുടങ്ങും. പുതിയ ഗൃഹനിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങാൻ നല്ല സമയമാണ്. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. വഴിയാത്രക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. ജന്തുക്കളുടെ ഉപദ്രവം കുറഞ്ഞു തുടങ്ങും. ദോഷപരിഹാരാർത്ഥം ശിവന് നിവേദ്യസഹിതം ധാര കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഇടവക്കൂറുകാർ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി മിഥുനക്കൂറിൽ മകയിരം 3, 4 പാദങ്ങൾ. തിരുവാതിര, പുണർദം 1, 2, 3 പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. 2 ശുക്രൻ, 3 ബുധൻ, 4 ആദിത്യൻ, കുജൻ, 5 കേതു, 9 ശനി, 11 വ്യാഴം, രാഹു. ഇതാണ് ഗ്രഹനില. സുഖ അനുഭവങ്ങൾ ഇരട്ടിച്ചു തുടങ്ങും. സാമ്പത്തിക പുരോഗതിയിലേക്ക് കടക്കും.
ശരീരക്ലേശങ്ങളും കുറഞ്ഞു തുടങ്ങും. സഹോദരങ്ങൾക്കും ബന്ധുജനങ്ങൾക്കും കുടുംബജനങ്ങൾക്കും അഭിവൃദ്ധി പ്രതീക്ഷിക്കാം. പുതിയ വീട് പണി തുടങ്ങിയാൽ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ അതിൻ്റെ പൂർത്തീകരണം നടക്കും. അഭീഷ്ടസിദ്ധി ഉണ്ടാകും. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. അധികാരസ്ഥാനങ്ങളിൽ ഉള്ളവർക്ക് ആജ്ഞാസിദ്ധി പ്രയോഗിക്കേണ്ടതായിട്ട് വരും. ധനലാഭങ്ങൾ ഉണ്ടാകും. സ്ഥാനമാനങ്ങളും അംഗീകാരവും ആദരവും ലഭിക്കും. ബന്ധുജനങ്ങളുമായി കൂടിക്കഴിയുന്നതിന് അവസരം ഉണ്ട്. പുതിയ വസ്ത്രങ്ങൾ ലഭിക്കും. ചില ബന്ധുജനങ്ങളുമായിട്ട് കലഹിക്കാൻ ഇടയുണ്ട്. ധനകാര്യ തടസ്സങ്ങൾ നീങ്ങിക്കിട്ടും. പിതാവിനോ പിതൃതുല്യവർ ആയവർക്കോ രോഗാരിഷ്ഠിതകൾ ഉണ്ടാകും. വിവാഹ ആലോചനകൾ ഉറപ്പിക്കാനാകും. തൊഴിൽ രംഗത്ത് നിന്ന് നല്ല വരുമാനം പ്രതീക്ഷിക്കാം. ഉദ്യോഗാർത്ഥികൾക്കും നല്ല അവസരങ്ങൾ ഉണ്ടാകും. മനസ്സ് സംഘർഷഭരിതമാകാതിരിക്കാൻ ശ്രദ്ധിക്കണം. ദോഷപരിഹാരാർത്ഥം ഭഗവതി ക്ഷേത്രത്തിൽ ദുർഗാ സൂക്തം പുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി കർക്കിടകക്കൂറിൽ പുണർദം 4-ാം പാദം, പൂയം ആയില്യം നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. ലഗ്നത്തിൽ ശുക്രൻ, 2-ൽ ബുധൻ, 3-ൽ ആദിത്യൻ കുജൻ, 4-ൽ കേതു, അഷ്ടമത്തിൽ ശനി, 10-ൽ വ്യാഴം, രാഹു. ഇതാണ് ഗ്രഹനില. ഇഷ്ടബന്ധുജനങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങളിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമെങ്കിലും അത് മാറിക്കിട്ടും. പ്രാർത്ഥനകൾക്ക് ഫലം വർദ്ധിക്കും. ശത്രുക്കൾ കൂടുതലാകാൻ സാധ്യതയുണ്ട്. സ്ഥാനക്കയറ്റം പ്രതീക്ഷിക്കാം. തൊഴിൽ രംഗത്ത് അപ്രതീക്ഷിത വിജയമാണ് ഈ സമയത്ത്. അധികാരസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് കീഴ് ജീവനക്കാരെ ഭരിക്കേണ്ടതായിട്ട് വരുന്നത് ശത്രുക്കളുടെ എണ്ണം വർദ്ധിപ്പിക്കും. കേസ് കാര്യങ്ങൾ വിജയത്തിലേക്ക് വരും. വീട്ടിലെ അസ്വസ്ഥതകൾ കുറഞ്ഞു തുടങ്ങും. വീട്ടിൽ നിന്ന് മാറി നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാകും. ദുർജനങ്ങളുമായിട്ട് ബന്ധപ്പെടേണ്ടതായിട്ട് വരും. പൊതുവെ ആരോഗ്യം നന്നായിരിക്കുമെങ്കിലും പനി, ചുമ, ഉദരരോഗം ഇവ ശ്രദ്ധിക്കണം. കരാറ് പണികൾ ഏറ്റെടുത്തവർക്ക് വിജയസാധ്യതകൾ ഈ സമയത്ത് കൂടുതലാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ ചെയ്യാൻ അവസരം വരും. ഭാര്യാഭർത്തൃ കലഹങ്ങൾ കുറഞ്ഞു തുടങ്ങും. വിവാഹമോചന കേസുകളിൽ വിജയം ഉണ്ടാകാൻ ഇടയുണ്ട്. സുഹൃത്ത് ബന്ധങ്ങൾക്ക് ഉലച്ചിലുകൾ ഉണ്ടാകാതെ നോക്കുക. തർക്കവിഷയങ്ങളിൽ ഏർപ്പെടാതിരിക്കുക. ദോഷപരിഹാരമായിട്ട് ഗണപതി ഹോമം കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണം. ഇനി ചിങ്ങക്കൂറിൽ പിറന്ന മകം, പൂരം, ഉത്രം 1-ാം പാദത്തിൽ ജനിച്ചവരെ കുറിച്ച് നോക്കാം. അന്യരുടെ ചതിയിലും വഞ്ചനയിലും പെടാതെ മുന്നോട്ട് പോകാൻ സാധിക്കും. നേത്രരോഗം, ഉദരരോഗം, വാദബന്ധിയായ വേദനകൾ ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. തർക്കവിഷയങ്ങളിൽ വിജയം വരിക്കും. ഭാഗ്യ അനുഭവങ്ങൾക്കുള്ള തടസ്സങ്ങൾ നീങ്ങിവരും. ധനസമൃദ്ധിക്കൊപ്പം ധനനാശവും പ്രതീക്ഷിക്കേണ്ട ഒരു സമയമാണ്. നല്ല വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാൻ സാധിക്കും. ദാമ്പത്യ സൗഖ്യം ഉണ്ടാകും. ശയനസുഖം ലഭിക്കും. പുതിയ ശയന ഉപകരണങ്ങൾ, വിശേഷ വസ്ത്ര അലങ്കാര സാധനങ്ങൾ, സൗരഭ്യ വസ്തുക്കൾ ഇവ സമ്മാനമായിട്ട് ലഭിക്കാൻ സാധ്യതയുണ്ട്. സ്ത്രീ പുരുഷ അപവാദങ്ങൾക്ക് ഇടയുണ്ട്. ദൂരദേശ യാത്രകൾ വേണ്ടിവരും. അലച്ചിലും കാര്യതടസ്സങ്ങളും മാറിക്കിട്ടും. വിദ്യാഭ്യാസത്തിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. മനസ്സന്തോഷവും മനസ്സമാധാനവും ഇടയ്ക്കിടെ കൂടിയും കുറഞ്ഞും ഇരിക്കും. ദോഷപരിഹാരാർത്ഥം ശാസ്താവിന് നീരാജനം കഴിപ്പിച്ച് പ്രാർത്ഥിക്കുക. ഇനി കന്നിക്കൂറിൽ ഉത്രം 2, 3, 4 പാദങ്ങൾ, അത്തം, ചിത്തിര 1, 2 പാദത്തിലെ നക്ഷത്ര ജാതകരെ കുറിച്ച് നോക്കാം. പഴകിയ രോഗങ്ങൾക്ക് ശമനം കണ്ടു തുടങ്ങും. കാര്യതടസ്സങ്ങൾ മാറിക്കിട്ടും. സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കും. വളരെ കാലമായി ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കും. ധനലാഭവും ധനനഷ്ടവും ഒരുപോലെ പ്രതീക്ഷിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഭാര്യാഭർത്തൃസുഖം, സന്താനസുഖം ഇവയ്ക്ക് സാധ്യതകൾ കൂടുതലാണ്. പല കാര്യങ്ങൾക്കും സമർത്ഥമായിട്ടുള്ള നേതൃത്വം നൽകാൻ സാധിക്കും. ഏറ്റെടുക്കുന്ന കാര്യങ്ങൾ വിജയത്തിൽ എത്തിക്കാൻ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഇവർക്ക് ഉണ്ടാകില്ല. അതിന് സഹപ്രവർത്തകരുടെയും സഹോദരങ്ങളുടെയും സഹായ സഹകരണങ്ങൾ കൂടി ലഭിക്കും.
ശത്രുപീഡയിൽ നിന്ന് മോചനം കൂടി പ്രതീക്ഷിക്കാം. ഇവർ ദോഷപരിഹാരങ്ങൾക്ക് വിദ്യാർത്ഥികൾ. വിഷ്ണുവിന് ശ്രീ വിദ്യാരാജഗോപാല മന്ത്രപുഷ്പാഞ്ജലി കഴിപ്പിച്ച് പ്രാർത്ഥിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക.